മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. പിന്നെ നാരായണീയം 67-ാമത്തെ ദശകത്തിൽ 5ഉം 6ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 5ാമത്തെ ശ്ലോകത്തിൻ്റെ ആ ചൂത ആ ചമ്പകർണികാര ആ മല്ലികേ മാലതി ബാലവല്യ കിം വീക്ഷിതോ നോ ഹൃദയൈകചോര ഇത്യാദി താസ്ത്വക്ഷവണാ വിലേപുഹു. ഗോപീജനങ്ങൾക്ക് ഭഗവാൻ അപ്രത്യക്ഷമായപ്പോൾ ഒന്ന് കാണാതെ കണ്ടായപ്പോൾ എന്തെന്നില്ലാത്ത വിഷാദമുണ്ടായി എന്ന് കഴിഞ്ഞ വിഷാദമാപുർ ഭഗവൻ അപാരമായിട്ടുള്ള വിഷമം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ. ഇനി ആ വിഷമം ഉണ്ടായത് കൊണ്ടുള്ളതായിട്ടുള്ള ഗോപസ്ത്രീകളുടെ അവസ്ഥാവിശേഷമാണ് ഈ 2 ശ്ലോകങ്ങളിൽ പറയണത്. ഇത്യാദി താസ്ത്വത്പ്രവണാ വിലേപുഹു. ശ്ലോകത്തിൻ്റെ അവസാനത്തെ താഹ ത്വത്പ്രവണാഹ ത്വത്പ്രവണാഹ താഹ ത്വത്പ്രവണാഹ അങ്ങയിൽ മാത്രം താല്പര്യമുള്ളതായിട്ടുള്ള, അങ്ങയെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള, അങ്ങയിൽ അത്യധികം താല്പര്യത്തോടു കൂടിയ, അനുരാഗത്തോടു കൂടിയ, പ്രേമവിശേഷത്തോടു കൂടിയതായ ആ ഗോപസ്ത്രീകൾ താഹ വിലേപുഹു, അവർ ഇപ്രകാരം വിലപിച്ചു. അദ്ദേഹം ഭഗവാനെ കാണാണ്ടായപ്പോൾ അവരെല്ലാവരും വിലപിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇത്യാദി എന്നു തുടങ്ങിയതായ വിധത്തിൽ അവർ പറഞ്ഞിരുന്നത് ഇങ്ങനെയൊക്കെയാണ് വിലപിച്ചത് എന്ന് പറയുകയാണ്. ഇത്യാദി ഇപ്രകാരമെല്ലാം ത്വത്പ്രവണാഹ താഹ വിലേപുഹു, അങ്ങയിൽ തൽപരരായിരുന്നതായ അനുരാഗവിശേഷത്തോടു കൂടിയതായ ആ ഗോപസ്ത്രീകൾ താഹ ആ ഗോപസ്ത്രീകൾ വിലേപുഹു വിലപിച്ചു. എങ്ങനെയാണ് വിലപിച്ചത് എന്നാണ് ബാക്കി 3 വരികളിലുള്ളത്. ഹാ ചോത, ഹാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദുഃഖാവസ്ഥയെ കാണിക്കുന്നതായിട്ടുള്ള ഒരു നിപാതാണത് ഹാ എന്നുള്ളത്. ഹാ ചൂത, കഷ്ടം എന്നുള്ളത്. അല്ലയോ ചൂതം മാവ്. ഹാ ചൂത, ഹാ ചമ്പകം എന്ന വൃക്ഷവിശേഷത്തിൻ്റെ പേര്. ഹാ ചമ്പക, മാവേ ചമ്പക, ഇങ്ങനെ ഓരോ വൃക്ഷങ്ങളോടും ലതകളോടും ഒക്കെ ചോദിക്കുകയാണ്. ഹാ ചൂത, ഹാ ചമ്പക കർണികാരം കൊന്ന. ഹാ ചൂത, ഹാ ചമ്പക കർണികാര, ഹാ മല്ലികേ മാലിക മുല, മാലതി പിച്ചകം, ബാലവല്യ പിന്നെയുള്ളതായിട്ടുള്ള ബാലവല്യ ചെറിയതായിട്ടുള്ള വള്ളികൾ. കിം വീക്ഷിതോ നോ ഹൃദയൈകചോര നഹ നോ ഹൃദയൈകചോര നഹ ഹൃദയൈകചോര കിം വീക്ഷിത ചോദ്യമാണ്. നിങ്ങൾ കണ്ടുവോ? കിം വീക്ഷിത നിങ്ങൾ കണ്ടുവോ? ആരെ? നഹ ഹൃദയികചോര നിങ്ങളാൽ കാണപ്പെട്ടുവോ എന്ന് കർമ്മണി പ്രയോഗമാണ് അവിടെ. കിം വീക്ഷിത നിങ്ങളാൽ കാണപ്പെട്ടുവോ? ആരാണ് കാണപ്പെട്ടു എന്ന് ചോദിക്കുന്നത്? നഹ ഹൃദയൈകചോര ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏകചോരനായിട്ടുള്ള ആ കൃഷ്ണനെ നിങ്ങൾ ആരെങ്കിലും കണ്ടു? ചോരനാണ്, കട്ടുകൊണ്ട് പോണ ആളാണ്, എന്തും കട്ടുകൊണ്ട് പോണ ആളാണ് കൃഷ്ണൻ. അതിപ്പോൾ കട്ടുകൊണ്ട് പോയിരിക്കുന്നത് ഞങ്ങളുടെ ഹൃദയത്തിനെയാണ്. ഞങ്ങളുടെ ഹൃദയത്തിനെയൊക്കെ കട്ടുകൊണ്ട് പോയിരിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ എന്നുള്ളതാണ്. ആ ഞങ്ങളുടെ ഹൃദയത്തിനെയൊക്കെ മനസ്സിനെയൊക്കെ കട്ടുകൊണ്ട് പോയതായിട്ടുള്ള ആ കൃഷ്ണനെ നിങ്ങൾ ആരെങ്കിലും കണ്ടുവോ? കിം വീക്ഷിത നഹ ഹൃദയൈകചോര ഞങ്ങളുടെ ഹൃദയൈകചോരൻ, ഹൃദയത്തിൻ്റെ ഏകചോരനായിട്ടുള്ള വേറെ ആരൊക്കെ ഞങ്ങളുടെ ഹൃദയം കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഈ കൃഷ്ണന് മാത്രമേ ഞങ്ങളുടെ ഹൃദയം പിടിച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഹൃദയചോരനായിട്ടുള്ള ആ കൃഷ്ണനെ നിങ്ങളാരെങ്കിലും കണ്ടുവോ? കള്ളനെ കണ്ടാൽ അന്വേഷിക്കണ്ടേ? അപ്പോൾ നിങ്ങളാരെങ്കിലും കണ്ടുവോ ആ കള്ളനെ എന്ന് ചോദിക്കുകയാണ്. കിം വീക്ഷിതോന്നോ ഹൃദയചോര ഇത്യാദി എന്നിങ്ങനെ ത്വൽപ്രവണാഹ താഹ അങ്ങയിൽ മാത്രം അനുരാഗത്തോടു കൂടിയതായ, താല്പര്യത്തോടു കൂടിയതായ ആ സ്ത്രീകൾ വിലേപുഹു വിലപിച്ചു. അതായത് ഓരോരോ അവസ്ഥയിൽ ആരോടാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളതൊന്നും നിശ്ചയില്ല എന്നുള്ളതായിട്ടൊരവസ്ഥാവിശേഷം, ഒരു ഉന്മാദാവസ്ഥ അവർക്കൊക്കെ വന്നു എന്നുള്ളതാണ്. കൃഷ്ണനെ കാണാതായപ്പോൾ അനുരാഗത്തിൻ്റെ അല്ലെങ്കിൽ ആ രതിയുടെ പല വിപ്രലംഭ ശൃംഗാരത്തിൻ്റെ പല ഭാവങ്ങളാണ് ഇവിടെ കാണാണ്ടായപ്പോൾ ഉന്മാദാവസ്ഥയിലേക്ക് എത്തി രജസ്ത്രീകൾ എന്നാണ് പറയണത്. അങ്ങനെ
ചൂതത്തിനോടും ചെമ്പകത്തിനോടും വഴിയിൽ കണ്ടതായ വൃക്ഷങ്ങളോടൊക്കെ തന്നെ ഹാ ചൂത ഹാ ചെമ്പക കർണികാര ഒക്കെ വിളിക്കുകയാണ്, സംബോധനയാണ് അവിടെ. ഹാ മല്ലികേ മാലതി ബാലവല്യ ഒക്കെ സംബോധനയാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്നിവയെ ഓരോരുത്തരെയും വിളിച്ച് ചോദിച്ചു എന്നാണ് അടുത്ത ശ്ലോകം. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷാത് പുരോമമേത്യാകുലമാലബന്ധീ ത്വാം ഭാവനാചക്ഷുഷി വീക്ഷ്യ കാചിത്താപം സഖീനാം ദ്വിഗുണീചകാര. അപ്പോഴേക്കും ഒരു സ്ത്രീ നിരീക്ഷിതോയം സഖി പങ്കജാക്ഷ പുരോമമ ഇതി ആകുലമാലബന്ധി. വേറൊരു സ്ത്രീ അപ്പോഴേക്കും കൃഷ്ണനെ കണ്ടു എന്നായി. അതായത് അവരവർ കൃഷ്ണനെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്, എല്ലാവരും കൃഷ്ണനെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ തന്നെയാണ് മനസ്സിലുള്ളത് മുഴുവനെ. അപ്പോൾ കൃഷ്ണനെ ഭാവനയിൽ, തൻ്റെ ഭാവനയിൽ കൃഷ്ണൻ്റെ രൂപം കണ്ടിട്ട് ത്വാം ഭാവനാചക്ഷുഷി വീക്ഷ്യ, ഭാവന ആവുന്നതായിട്ടുള്ള ചക്ഷുസിൽ കണ്ണിൻ്റെ മുമ്പിൽ അങ്ങയെ കൃഷ്ണനെ കണ്ടിട്ട് ത്വാം വീക്ഷ്യ, അങ്ങയെ കണ്ടിട്ട് ഭാവനയിൽ അങ്ങയെ കണ്ടിട്ട്, അങ്ങയുടെ രൂപം ഭാവനയിൽ കണ്ടിട്ട്, അതായത് മനസ്സിൽ ചിന്ത മുഴുവനെ കൃഷ്ണനെക്കുറിച്ചായതുകൊണ്ട് കൃഷ്ണനെ അങ്ങോട്ട് കണ്ടു എന്നുള്ളതായിട്ടുള്ള തോന്നലുണ്ടായി എന്നാണ്. കൃഷ്ണനെ കാണണം മാതിരി തോന്നിയവർക്ക് ആ സ്ത്രീക്ക് എന്നാണ്. ഭാവനാചക്ഷുഷി ത്വാം വീക്ഷ്യ, ഭാവനയാകുന്ന ചക്ഷുസിൽ അങ്ങയെ കണ്ടിട്ട് എന്തു പറഞ്ഞു? അയം നിരീക്ഷിത പങ്കജാക്ഷ, അയം പങ്കജാക്ഷ, ഈ പങ്കജാക്ഷനെ ഞാൻ കണ്ടു. നിരീക്ഷിത എന്നാൽ കാണപ്പെട്ടു. നിരീക്ഷിത അയം സഖി, സഖി എന്ന് സംബോധന. ഒരു ഗോപസ്ത്രീ വേറൊരു സ്ത്രീയോട് ചോദിക്കുകയാണ്, പറയുകയാണ്, സഖി സ്നേഹിതേ അയം പങ്കജാക്ഷ, ഈ പങ്കജാക്ഷനെ നിരീക്ഷിത എന്നാൽ പങ്കജാക്ഷൻ എന്നാൽ കാണപ്പെട്ടു. അവിടെ കർമ്മണി പ്രയോഗമാണ്. ഞാൻ പങ്കജാക്ഷനെ കണ്ടു എന്നുള്ളതിന് പകരം പങ്കജാക്ഷൻ എന്നാൽ കാണപ്പെട്ടു. അയം പങ്കജാക്ഷ നിരീക്ഷിത. അവിടെ മയാന്ന് ചേർക്കും വരും, അർത്ഥത്തിൽ കിട്ടും. മയാ നിരീക്ഷിത എന്നാൽ കാണപ്പെട്ടു, ഞാൻ ഈ പങ്കജാക്ഷനെ കണ്ടു. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷ പുരോമമ, എൻ്റെ മുമ്പിൽ കണ്ടു ഞാനിത് എൻ്റെ മുമ്പിൽ പങ്കജാക്ഷനെ കണ്ടു. മമ പുരഹ, എൻ്റെ പുരോമമ പദം മുറിക്കുമ്പോൾ പുരഹ മമ, എൻ്റെ മുൻപിലായിട്ട് ഞാനിതാ പങ്കജാക്ഷനെ കണ്ടു. എങ്ങനെ എന്ന് ആകുലം ആലബന്ധി ഇതി എന്നിങ്ങനെ ഞാൻ പങ്കജാക്ഷനെ എൻ്റെ മുമ്പിൽ കണ്ടു എന്ന് ആകുലമായിട്ട്, അതായത് വ്യഥയോടുകൂടി ബുദ്ധിഭ്രമത്തോടുകൂടി പറയുന്നത് ആലബന്ധി പറഞ്ഞുകൊണ്ട് പറയുന്നവളായിട്ട് ത്വാം ഭാവനാചക്ഷുഷി വീക്ഷ്യ, അങ്ങയെ ഭാവനാചക്ഷുസിൽ കണ്ടതായ ഒരു സ്ത്രീ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സഖീനാം താപം ദ്വിഗുണീചകാര, സഖികളുടെ സ്നേഹിതകളായിട്ടുള്ള മറ്റ് ഗോപസ്ത്രീകളുടെ ദുഃഖത്തെ ദ്വിഗുണീചകാര ഇരട്ടിയാക്കി. അതായത് അപ്പോഴേക്കും ഒരാൾ കണ്ടു പറഞ്ഞു, ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ ഈ കണ്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ ഒന്നും കാണാനുമില്ല, ആരെയും എവിടെയും കാണാനുമില്ല. അപ്പോൾ കണ്ടു എന്നുള്ളതായിട്ടുള്ള ബോധം വന്നു കഴിഞ്ഞിട്ട് പിന്നെ കാണാണ്ടാവുമ്പോൾ ഒന്നും കൂടി ദുഃഖമായി. ദ്വിഗുണീചകാര, അത് ഇരട്ടിയായി. അവരുടെയൊക്കെ സഖികളുടെയൊക്കെ ദുഃഖം ഇരട്ടിയായി. അതല്ലെങ്കിൽ ഈ ഗോപസ്ത്രീയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതായിട്ടുള്ള ദുഃഖം, അങ്ങനെ ദുഃഖം ഇരട്ടിച്ചു എന്ന് അങ്ങനെ അർത്ഥം പറയാം. ഇതി ആകുലം ആലബന്ധി, ആകുലമായിട്ട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അയാ പങ്കജാക്ഷ നിരീക്ഷിത പുരഹ നിരീക്ഷിത, പങ്കജാക്ഷൻ എന്നാൽ പുരഹ മുൻപിൽ കാണപ്പെട്ടു എന്നിങ്ങനെ ഭാവനാചക്ഷുസ് കൊണ്ട് അങ്ങയെ കണ്ടതായ ഒരു ഗോപസ്ത്രീ വിലപിച്ചിട്ട് മറ്റുള്ള ഗോപസ്ത്രീകളുടെ ദുഃഖത്തെ ഇരട്ടിച്ചു. ത്വാം ഭാവനാചക്ഷുഷി വീക്ഷ്യ, ഭാവനാചക്ഷുസ് കൊണ്ട് അങ്ങയെ കണ്ടിട്ട് സഖീനാം താപം ദ്വിഗുണീചകാര, കാചിത് ഒരുവൾ സഖീനാം താപം ദ്വിഗുണീചകാര, സഖികളുടെ സ്നേഹിതകളുടെ താപത്തെ ദുഃഖത്തെ ദ്വിഗുണീചകാര ഇരട്ടിപ്പിച്ചു എന്ന്. എൻ്റെ ശ്ലോകവും ഒന്നും കൂടിയും ചെല്ലാം. ഹാ ചൂത ഹാ ചമ്പകകർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യ കിം വീക്ഷിതോ നോ ഹൃദയൈകചോര ഇത്യാദി താസ്ത്വൽപ്രവണാ വിലേപോ. കൃഷ്ണാർപ്പണം.
മലയാള പരിഭാഷ. ഹാ ചമ്പകം കൊന്നയും ആമ്രവൃക്ഷം, ഹാ പിച്ചകം മുല്ലക കൊച്ചുവള്ളി, ഉള്ളം കവർന്നുള്ളൊരു കള്ളനെ നീ ദശിച്ചുവോ എന്നവരാകെ തേങ്ങി. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷ പുരോമമേത്യാകുലമാലബന്ധീ ത്വം ഭാവനാചക്ഷുഷി വീക്ഷ്യ കാചിത്താപം സഖീനം ദ്വിഗുണീചകാര. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കാണുന്നു ഞാൻ കണ്ണനെ മുന്നിലെന്നായി പറഞ്ഞൊരു തീ മതിവിഭ്രമത്താൽ, നിന്നെ മനക്കണ്ണതിനാലെ കണ്ടിട്ടിരട്ടിയാക്കി സഖിമാർക്കു ദുഃഖം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.